Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. പറവൂർ കാരക്കുണ്ടിൽ വീട് കുത്തി തുറന്ന മോഷണം. 23,000 രൂപയും മൊബൈൽ ഫോണുമാണ് മോഷണം പോയത്. കാരക്കുണ്ടിലെ കാനാട്ട് KP ജോസഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. സംസ്ഥാനത്ത് പ്രളയ സാധ്യതയുള്ള നദികളുടെ പട്ടികയിൽ പയ്യന്നൂർ പെരുമ്പാപ്പുഴയും. ജില്ലയുടെ വടക്കുഭാഗത്തുള്ള പ്രധാന നദിയായ പെരുമ്പാപ്പുഴയുടെ പ്രളയസാധ്യത സംബന്ധിച്ച് മഞ്ഞ അലർട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം പ്രഖ്യാപിച്ചത്. മഴ കനത്താൽ ഏതു സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന 2 കുന്നുകൾ ചെറുവത്തൂരിലെയും പിലിക്കോടെയും നാടിന്റെ സ്വസ്ഥത കെടുത്തുന്നു. ദേശീയപാതയുടെ സമീപത്ത് നെടുകെ പിളർന്നെടുത്ത ഈ കുന്നുകൾ തലയ്ക്ക് മുകളിൽ വാൾ പോലെ നിൽക്കുമ്പോൾ പ്രതിവിധി കാണേണ്ടവരുടെ മൗനവും ചർച്ചയാവുകയാണ്. കേരളത്തിൽ വികസനത്തിന്റെ തേരോട്ടമാണ് കുറച്ചു വർഷങ്ങൾ കൊണ്ട് നടപ്പായിട്ടുള്ളതെന്ന് മന്ത്രി OR കേളു. സംസ്ഥാന ജില്ലാതലങ്ങളിൽ വിവിധ അംഗീകാരങ്ങൾ നേടിയ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനും കുടുംബശ്രീ CDSനും ചെറുവത്തൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. പറവൂർ കാരക്കുണ്ടിൽ വീട് കുത്തി തുറന്ന് മോഷണം. 23,000 രൂപയും മൊബൈൽ ഫോണുമാണ് മോഷണം പോയത്. കാരക്കുണ്ടിലെ കാനാട്ട് KP ജോസഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പറവൂർ കാരക്കുണ്ടിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് 23,000 രൂപയും മൊബൈൽ ഫോണും കവർന്നു. പറവൂർ കാരക്കുണ്ടിലെ കാനാട്ട് KP ജോസഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഓട്ടോ ഡ്രൈവറായ ജോസഫും പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഷീജയും വീട് പൂട്ടി ശ്രീകണ്ഠാപുരത്ത് തിങ്കളാഴ്ച വിവാഹത്തിന് പോയതായിരുന്നു. രാവിലെ 8:30 വൈകിട്ട് 5:30 ഇടയിലുള്ള സമയത്താണ് കവർച്ച നടന്നത്. ഇന്നലെ ഞങ്ങൾ 8:30 ഇവിടുന്ന് ശ്രീകണ്ഠാപുരത്തേക്ക് കല്യാണത്തിന് പോയി. തിരിച്ച് 5:10 വീട്ടിലെത്തിയപ്പം വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തല്ലിപ്പൊളിച്ച് അതിൻ്റെ താഴ് പുറത്തിട്ടേക്കുന്നു. അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ ഊരി വെച്ച് പോയ മാലയുടെ കവറ്, അതായത് ഒരു പേഴ്സിനകത്താണ് വെച്ചത്, അത് ഇങ്ങനെ പുറത്ത് കിടപ്പുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അകത്ത് കയറിയപ്പോൾ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടേക്കെന്നാണ് കണ്ടത്. പെട്ടെന്ന് അനിയനെ വിളിച്ചു. അപ്പോൾ ഇതിലേക്കൂടെ ഹൈവേ പോലീസ് വന്നു. അവർ വന്ന് നോക്കി. പരിയാരം പോലീസിനെ വിളിച്ചു. പരിയാരം പോലീസ് വന്ന് എല്ലാം നോക്കി കതക് പൂട്ടിയിട്ടേച്ച് പോയി. വീടിന്റെ മുൻഭാഗത്തെ പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് അകത്തെ സാധനങ്ങൾ മുഴുവൻ വാരി വലിച്ചിട്ടാണ് കവർച്ച നടത്തിയത്. ആദ്യം 1.5 പവന്റെ മാലയും കവർച്ച ചെയ്യപ്പെട്ടു എന്ന് കരുതിയിരുന്നു. എന്നാൽ മോഷ്ടാവ് വാരി വലിച്ചിട്ട കടലാസുകളുടെ ഇടയിൽ നിന്ന് മാല കണ്ടെത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സംസ്ഥാനത്ത് പ്രളയ സാധ്യതയുള്ള നദികളുടെ പട്ടികയിൽ പയ്യന്നൂർ പെരുമ്പാപ്പുഴയും. ജില്ലയുടെ വടക്കുഭാഗത്തുള്ള പ്രധാന നദിയായ പെരുമ്പാപ്പുഴയുടെ പ്രളയസാധ്യത സംബന്ധിച്ച മഞ്ഞ അലർട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ പ്രളയ സാധ്യതയുള്ള നദികളിൽ പെരുമ്പാപ്പുഴയും ഉൾപ്പെട്ട ഭീതിയിലാണ് സമീപവാസികളുള്ളത്. പെരുമ്പാപ്പുഴയിലെ ജലനിരപ്പ് സംബന്ധിച്ച് മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദി മുറിച്ചു കടക്കുവാനോ പാടില്ലെന്നും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക ഭരണകൂടങ്ങളും റവന്യൂ വകുപ്പും ആവശ്യപ്പെടുന്നുണ്ട്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുവാൻ തയ്യാറാവണമെന്നും നിർദ്ദേശമുണ്ട്.
മൊബൈൽ ഫോൺ ചാർജ് ചെയ്തു വയ്ക്കുക, എമർജൻസി ടോർച്ച് പോലുള്ളവ കരുതി വയ്ക്കുക, വീട് മാറിപ്പോകേണ്ടതുണ്ടെങ്കിൽ അതിനു പറ്റിയ ഇടം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സമീപവാസികൾ അതീവ ജാഗ്രത കാണിക്കണം. മുൻവർഷങ്ങളിൽ മഴ കനത്ത സന്ദർഭങ്ങളിൽ പെരുമ്പപ്പുഴ കരകവിഞ്ഞൊഴുകാറുണ്ട്. മീൻകുഴി അണക്കെട്ടിന് സമീപം കാനായി, മുക്കൂട്, തോട്ടംകടവ് തുടങ്ങിയ പ്രദേശങ്ങളിലും പെരുമ്പ, തായത്തുവയൽ തുടങ്ങിയ പ്രദേശങ്ങളിലും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാറുമുണ്ട്. നിരവധി ഹെക്ടർ കൃഷിഭൂമി നശിക്കുന്നതും പതിവാണ്. ഈ വർഷം പലയിടത്തും പുഴ നിറഞ്ഞൊഴുകിയെങ്കിലും ദുരന്തം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോട്ടയം ജില്ലയിലെ മീനച്ചിലാർ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലേർട്ടും, തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, കണ്ണൂർ ജില്ലയിലെ പെരുമ്പ, മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലേർട്ടുമാണ് നിലനിൽക്കുന്നത്. അതേസമയം മലയോര മേഖലകളിൽ മഴ കനത്തതോടെ പെരുമ്പപ്പുഴയും വണ്ണാത്തിപ്പുഴ ഉൾപ്പെടെയുള്ള കൈവഴികളും നിറഞ്ഞൊഴുകുന്നുണ്ട്. പലയിടത്തും കരയിടിച്ചിലും വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും കരകവിയാൻ സാധ്യതയുണ്ട് എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് പരിസരവാസികളുള്ളത്. സംസ്ഥാനത്തെ പ്രളയ സാധ്യതയുള്ള നദികളുടെ പട്ടികയിൽ പെരുമ്പപ്പുഴയും ഇടം പിടിച്ചിരിക്കുകയാണ്. സമീപത്തുള്ളവരോട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് അധികൃതർ പറയുന്നത്. വീട് ഒഴിഞ്ഞ് മാറിപ്പോകാൻ സൗകര്യമുള്ളവർ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. പുഴ മുറിച്ച് കടക്കുവാനോ പുഴയ്ക്കരികിലോട്ട് വരുവാനോ പാടില്ല. അത്തരത്തിലുള്ള കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെ പരിസരവാസികൾ ഈ നിമിഷം എടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു പ്രളയ സാധ്യത തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നമുക്കറിയാം, ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി നീരൊഴുക്കുകൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെയും ഇതിന് വലിയ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഈ നിമിഷത്തിൽ കാണുന്നത്. തികഞ്ഞ ജാഗ്രതയിൽ തന്നെ പരിസരവാസികൾ ഉണ്ടാകേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം KN വർഷ. മഴ കനത്താൽ ഏത് സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന രണ്ട് കുന്നുകൾ ചെറുവത്തൂരിലെയും പിലിക്കോടെയും നാടിന്റെ സ്വസ്ഥത കെടുത്തുന്നു. ദേശീയപാതയുടെ സമീപത്ത് നെടുകെ പിളർന്നെടുത്ത ഈ കുന്നുകൾ തലയ്ക്കു മുകളിൽ വാൾ പോലെ നിൽക്കുമ്പോൾ പ്രതിവിധി കാണേണ്ടവരുടെ മൗനവും ചർച്ചയാവുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ അനുദിനം കടന്നുപോകുന്ന ദേശീയപാതയുടെ സമീപത്താണ് അപകട ഭീഷണിയോടെ കുന്നുകളുള്ളത്. ചെറുവത്തൂർ പഞ്ചായത്തിലേക്ക് കടക്കുന്ന കവാടമായ മൈച്ച ഗ്രാമത്തിന് അതിർവരമ്പിട്ട് കിടക്കുന്ന വീരമല കുന്നാണ് ഇതിൽ ഒന്നെങ്കിൽ ചെറുവത്തൂർ പഞ്ചായത്തിനെയും പിലിക്കോട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഞാണങ്കൈ കുന്നാണ് രണ്ടാമത്തേത്. ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടു കുന്നുകളും വെട്ടിപ്പൊളിച്ച് കുത്തിയെടുത്തത്. പാതയുടെ വീതി കൂട്ടാൻ കുന്നിൽ നിന്ന് മണ്ണെടുത്തു മാറ്റി പാതയുടെ നിർമ്മാണത്തിനു വേണ്ടി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് കൂടുതൽ മണ്ണ് ലഭിക്കും എന്ന് വ്യക്തമായതോടെ അനുവദിച്ചതിനേക്കാളും മണ്ണെടുത്തു കൊണ്ടുപോയി. ഇതാണ് ഇന്നത്തെ അപകടക്കെണിക്ക് വഴിയൊരുക്കിയത്. അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തതോടെ ഈ രണ്ട് മലകളുടെ നിലനിൽപ്പും ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മഴ കനത്തു വരുമ്പോൾ താഴ്വാരത്തെ നിരവധി വീടുകളിലുള്ള 100-ൽ പരം ആളുകൾ ഭീതിയിലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ജീവൻ കയ്യിൽ പിടിച്ചാണ് യാത്ര ചെയ്യേണ്ടതെന്ന ആധിയിലുമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരളത്തിൽ വികസനത്തിന്റെ തേരോട്ടമാണ് കുറച്ചു വർഷങ്ങൾ കൊണ്ട് നടപ്പായിട്ടുള്ളതെന്ന് മന്ത്രി OR കേളു അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ജില്ലാതലങ്ങളിൽ വിവിധ അംഗീകാരങ്ങൾ നേടിയ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനും കുടുംബശ്രീ CDSനും ചെറുവത്തൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വികസനത്തിന്റെ തേരോട്ടമാണ് കുറച്ചു വർഷങ്ങൾ കൊണ്ട് നടപ്പാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി OR കേളു അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ വിവിധ അംഗീകാരങ്ങളുടെ നെറുകയിലെത്തിയ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനും കുടുംബശ്രീ CDSനും ചെറുവത്തൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ നൽകിയ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പഞ്ചായത്ത് ഓഫീസിൽ
EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സിൽ മികച്ച കുടുംബശ്രീ CDSനുള്ള സംസ്ഥാനതല അവാർഡ് നേടിയ ചെറുവത്തൂർ CDSനും സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്തിനും ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീളയ്ക്കും ജില്ലയിലെ മികച്ച ബഡ് സ്കൂളിനുള്ള അവാർഡ് നേടിയ ചെറുവത്തൂർ ബ്ലോസം ബഡ് സ്കൂളിനുമുള്ള അനുമോദനവും മികച്ച ജെൻഡർ റിസോഴ്സ് സെന്ററിനുള്ള ജില്ലാതല അവാർഡ് നേടിയ ചെറുവത്തൂർ GRC ജില്ലയിലെ മികച്ച ഓക്സിലറി ഗ്രൂപ്പിനുള്ള കുടുംബശ്രീ പുരസ്കാരം നേടിയ പൊന്മാലം ജീവിക ഓക്സിലറിക്കുമാണ് അനുമോദനം നൽകിയത്. വിവിധ തലങ്ങളിൽ നേട്ടം കൈവരിച്ചവർക്ക് മന്ത്രി ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ M. രാജഗോപാലൻ MLA അധ്യക്ഷനായിരുന്നു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വൈസ് പ്രസിഡന്റ് PV രാഘവൻ, T. നാരായണൻ, AV ദാമോദരൻ, K. ബാലകൃഷ്ണൻ, TCA റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ചീമേനി തുറന്ന ജയിൽ ആശുപത്രിയിലെ സേവനം പൊതുജനങ്ങൾക്കും കൂടി ലഭ്യമാകും. ജയിലിന് സമീപത്ത് ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിക്കാൻ M. രാജഗോപാലൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 61 ലക്ഷം രൂപ അനുവദിച്ചു. ചീമേനി ജയിൽ ആശുപത്രിക്ക് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കും. ആശുപത്രി സേവനം പൊതുജനങ്ങൾക്കും ലഭിക്കുന്ന തരത്തിലേക്ക് നടപടിയാകുന്നു. M. രാജഗോപാലൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 61 ലക്ഷം രൂപ ചെലവഴിച്ച് ചീമേനി തുറന്ന ജയിലിന് സമീപത്ത് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള ഭരണാനുമതി ലഭിച്ചു. തുറന്ന ജയിൽ അന്തേവാസികൾക്കായുള്ള ജയിൽ ആശുപത്രിയുടെ സേവനം കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിലെ ജനങ്ങൾക്ക് കൂടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് M. രാജഗോപാലൻ MLAയും കയ്യൂർ ചീമേനി പഞ്ചായത്ത് ഭരണസമിതിയും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. പിന്നീട് ജയിൽ DGP ആയിരുന്ന ഋഷിരാജ് സിംഗ് ചീമേനി തുറന്ന ജയിൽ സന്ദർശിച്ചപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ച് MLAയും പഞ്ചായത്ത് പ്രസിഡന്റും ചർച്ച നടത്തിയിരുന്നു. ജയിലിനകത്തുള്ള ആശുപത്രി ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സുരക്ഷാ കാരണങ്ങളാൽ കഴിയില്ലെന്നും പുറത്ത് പുതിയൊരു കെട്ടിട സൗകര്യം ഒരുക്കി തന്നാൽ ഈ സേവനം നിശ്ചിത ദിവസങ്ങളിൽ ജനങ്ങൾക്ക് കൂടി നൽകുന്നതിന് തടസ്സമില്ല എന്നും അദ്ദേഹം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് 61 ലക്ഷം രൂപ അനുവദിച്ചത്. കേരളീയ വാസ്തുശൈലി ഉൾച്ചേർത്ത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് കെട്ടിടം നിർമ്മിക്കുക. കൺസൾട്ടിംഗ് റൂമിന് പുറമെ ഓഫീസ്, ഫാർമസി, ലാബ്, പ്രൊസീജിയർ, ഐസൊലേഷൻ, ഒബ്സർവേഷൻ എന്നിവയ്ക്ക് പ്രത്യേകം റൂമുകളും നഴ്സിംഗ് സ്റ്റേഷൻ, ഡോക്ടേഴ്സ് റൂം, ശുചിമുറി, ബ്ലോക്ക്, അകത്തളം, വരാന്ത എന്നിവയും അടങ്ങിയ വിപുലമായ സൗകര്യമാണ് കെട്ടിടത്തിലുണ്ടാവുക. തുറന്ന ജയിൽ പെട്രോൾ പമ്പിന് സമീപത്തായാണ് കെട്ടിട നിർമ്മാണത്തിന് ജയിലധികൃതർ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷികവും അനുസ്മരണ പരിപാടിയും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷികവും അനുസ്മരണ പരിപാടിയും നടന്നു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ പരിപാടി DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. P. ലളിത ടീച്ചർ, അത്തായി പത്മിനി, KP മോഹനൻ, ME ദാമോദരൻ നമ്പൂതിരി, AV സ്നേഹജൻ, CK ദിനേശൻ, PK ദിനൂപ്, EP ബാലകൃഷ്ണൻ, VP കൃഷ്ണൻ മാസ്റ്റർ, അക്കാലത്ത് രാജേഷ്, അർഷാദ് കൗവായി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോറോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. കാനായി സൗത്ത് പ്രിയദർശിനി മന്ദിരത്തിൽ KPCC മെമ്പർ MB ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോറോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമദിനത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. കാനായി സൗത്ത് പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന യോഗം KPCC മെമ്പർ MB ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. രജിത്ത് P, പ്രകാശൻ മണിയറ, പത്മനാഭൻ KV, ഭാസ്കരൻ VP, അബ്ബാസ് KK, അബൂബക്കർ കാനായി, ഉഷ ഇട്ടമൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ അപകടം പതിയിരിക്കുന്നു. നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇരിപ്പിടങ്ങൾ റെയിൽവേ പാളത്തിനോട് ചേർന്ന് സ്ഥാപിച്ചതാണ് അപകടത്തിന് കാരണമാകുന്നത്. ജില്ലയിലെ പ്രധാന സ്റ്റേഷനുകളിൽ ഒന്നാണ് പഴയങ്ങാടി. നിരവധി യാത്രക്കാർ എത്തുന്ന റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ പരിതാപകരമാണ്. നിലവിൽ പ്ലാറ്റ്ഫോമിൽ ചെറിയ രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തി നടന്നുവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 2ാം പ്ലാറ്റ്ഫോമിലെ ഇരിപ്പിടങ്ങൾ റെയിൽവേ പാളത്തിനോട് ചേർന്ന് സ്ഥാപിച്ചത് ഏറെ അപകടങ്ങൾക്ക് കാരണമാകും. വരുമാനത്തിന്റെ കാര്യത്തിൽ മുന്നിലാണെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ പിന്നിലാണ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ. മിക്ക ദീർഘദൂര ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പില്ല. ഇത് യാത്രക്കാരുടെ പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട്. വളരെ അപകടകരമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഇത് ഇരിക്കാനുള്ള സജ്ജീകരണം ചെയ്തിരിക്കുന്നത്. അതായത്
നമുക്കറിയാം പ്ലാറ്റ്ഫോമിൽ ഒരു മഞ്ഞ വരയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് നിൽക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് റെയിൽവേ പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കാണാം അത്രയും അപകടകരമായ രീതിയിൽ ഈ ഇരിക്കാനുള്ള സജ്ജീകരണം ഒരു പ്ലാറ്റ്ഫോമിന് തൊട്ട് അരികിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇരുന്നിട്ട് നമ്മുടെ കയ്യിലൊരു കുട്ടിയാണെങ്കിൽ കുട്ടി ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ പോലും നേരെ പോകുന്നത് പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഏരിയയിലെ പഴയകാല ബീഡി തൊഴിലാളികളുടെ സംഗമം പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ബീഡി തൊഴിലാളി PF പെൻഷൻ 9,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന പയ്യന്നൂർ ഏരിയയിലെ പഴയകാല ബീഡി തൊഴിലാളികളുടെ സംഗമം ആവശ്യപ്പെട്ടു. പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് നടന്നിട്ടുള്ള ഭിന്നതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചർച്ചകളാണ് പുറം ലോകത്തിനടക്കം കേൾക്കാൻ കഴിഞ്ഞിരുന്നത്. അത് CPIയും CPMും തമ്മിലുള്ള ഭിന്നതയുടെ കാലത്ത്, അതായത് 1964-65 കാലത്ത് ബീഡി കമ്പനികളിൽ നിന്ന് പുറത്തു കേട്ടുള്ള ചർച്ചയുടെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ CPI-CPM തർക്കം, ബീഡി കമ്പനികളിൽ മാത്രമല്ല ചായപ്പൊടിയിൽ ചർച്ച, CPIക്കാരും CPMകാരും തമ്മിലുള്ള വലിയ നിലക്കുള്ള വാദപ്രതിവാദങ്ങൾ. KV നാരായണൻ അധ്യക്ഷത വഹിച്ചു. C കൃഷ്ണൻ, CKP പത്മനാഭൻ, V നാരായണൻ, PV കുഞ്ഞപ്പൻ, P കമലാക്ഷൻ, TP ശ്രീധരൻ, KK ഗംഗാധരൻ, KK കൃഷ്ണൻ, M രാഘവൻ, K നാരായണൻ, T ഗോപാലൻ, M രാഗിണി, VP തമ്പായി, E പ്രഭാവതി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സുഭാഷ് അറുകരയുടെ നാടൻപാട്ടും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്നൂർ കാറമേലിൽ അരയാൽ മരം റോഡിലേക്ക് പൊട്ടിവീണു. സ്കൂട്ടർ യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. അന്നൂർ കാറമേലിൽ ആൽമരം പൊട്ടിവീണു. കാറമേൽ സ്കൂളിന് സമീപത്തെ അരയാലാണ് ചൊവ്വാഴ്ച രാവിലെയോടെ റോഡിലേക്ക് പൊട്ടിവീണത്. സംഭവത്തിൽ സ്കൂട്ടർ യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളൂർ കൊട്ടനച്ചേരി ക്ഷേത്ര പരിസരത്തെ റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരനായ MV പത്മനാഭനാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഏകദേശം 10 മണിയോടടുപ്പിച്ച് ഞാൻ പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഭയങ്കര കാറ്റും മഴയുണ്ടായി. ഞാൻ ഹെൽമെറ്റ് ഇട്ട് അങ്ങനെ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് മരം പൊട്ടി ഞാൻ അതിൻ്റെ അടിയിലാകുന്നതാണ്. അതാണ് സംഭവിച്ചത്. പിന്നെ ഒരാൾ വന്നിട്ട് തന്നെ രക്ഷപ്പെടുത്തുക ചെയ്തില്ല. സ്കൂട്ടർ മരത്തിനടിയിൽപ്പെട്ടു. ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും KSEB ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനിയിൽ വ്യവസായ പാർക്കിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. ഭൂമി വിട്ടു നൽകാൻ ഇപ്പോൾ കൂടുതൽ തുക IT വകുപ്പ് ആവശ്യപ്പെട്ടതായാണ് വിവരം. ചീമേനി വ്യവസായ പാർക്കിന് ഭൂമി വിട്ടുകൊടുക്കണമെങ്കിൽ ഭൂമിക്കായി ചിലവഴിച്ച തുക നൽകണമെന്ന് IT വകുപ്പ്. VS സർക്കാരിന്റെ കാലത്ത് ചീമേനിയിൽ IT പാർക്ക് വരുന്നതിനു വേണ്ടി അനുവദിച്ച 125 ഏക്കർ ഭൂമിയിൽ ചുറ്റുമതിലടക്കം കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണമാണ് IT വകുപ്പ് നടത്തിയത്. എന്നാൽ IT വകുപ്പ് പിന്നീട് സ്വീകരിച്ച നയം മൂലം ചീമേനിയിലെ IT പാർക്ക് നിർമ്മാണം അവർ ഒഴിവാക്കി. പിന്നീട് ആർക്കും വേണ്ടാതെ കിടന്ന ഈ ഭൂമിയിൽ വ്യവസായ പാർക്ക് സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായി M രാജഗോപാലൻ MLAയുടെ നേതൃത്വത്തിൽ നൽകിയ പ്രപ്പോസൽ വലിയ രീതിയിൽ നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ടു പോകവെയാണ് ഭൂമി കൈമാറ്റത്തിൽ തട്ടി പദ്ധതി പാതിവഴിയിൽ നിൽക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയുമായി വ്യവസായ വകുപ്പ് മുന്നോട്ടു പോകുന്ന വേളയിൽ ആദ്യം ആവശ്യപ്പെട്ട തുകയേക്കാൾ കൂടുതൽ തുക IT വകുപ്പ് ഇപ്പോൾ ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. ഇതോടെ ഭൂമി കൈമാറ്റം സംബന്ധിച്ച നടപടി പാതിവഴിയിൽ നിൽക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാടായി പഞ്ചായത്തിലെ ചൂട്ടാട് ഏരിപ്രം സുനാമി ഫ്ളാറ്റിലേക്ക് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. വാർഡംഗം സമത് ചൂട്ടാട് അധ്യക്ഷത വഹിച്ചു.
മാടായി പഞ്ചായത്തിലെ ചൂട്ടാട്ട് ഏരിപ്രം സുനാമി ഫ്ളാറ്റിലേക്ക് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം എം വിജയൻ MLA നിർവഹിച്ചു. വാർഡംഗം സമദ് ചൂട്ടാട്ട് അധ്യക്ഷത വഹിച്ചു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 132 മീറ്റർ നീളത്തിൽ 3 മീറ്റർ വീതിയിൽ ടാറിംഗ് ചെയ്തു നിർമ്മിക്കുന്ന പ്രവൃത്തിക്ക് 6.5 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. സനില സജീഷ്, ജോയ് ചൂട്ടാട്, R ലെനീഷ്, മുജീബ് റഹ്മാൻ, SAP റഹ്മാൻ, PV ശിവൻ, M മജില എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സ്തുത്യർഹ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന SIമാർക്ക് പയ്യന്നൂർ പോലീസ് ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ ആദരം നൽകി. പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പയ്യന്നൂർ DYSP K വിനോദ്കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്തുത്യർഹ സേവനത്തിനു ശേഷം കേരള പോലീസിൽ നിന്നും വിരമിക്കുന്ന ഹോസ്ദുർഗ SI രാജീവ് കുമാർ P, ചന്ദേര SI ജയചന്ദ്രൻ KV എന്നിവർക്ക് പയ്യന്നൂർ പോലീസ് ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ ആദരം നൽകി. പയ്യന്നൂർ ഹോട്ടൽ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരം പരിപാടി പയ്യന്നൂർ DYSP K വിനോദ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ കാസർഗോഡ് ഒരു വർഷം 11.5 മാസം ജോലി ചെയ്ത അനുഭവമാണ്. അത് ഹോസ്ദുർഗിൽ ജോലി ചെയ്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഒരു കൂട്ടായ്മ ഹോസ്ദുർഗ് ചാൻസ് വന്നു. ഹോസ്ദുർഗിൽ ആ സമയത്ത് ജൂൺ മാസത്തിലാണ് അന്ന്. ആ സമയത്ത് ജനറൽ ട്രാൻസ്ഫറും എന്നെ പോലെ പ്രൊമോഷൻ ട്രാൻസ്ഫറും പോയ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഒരു 60 ആളുടെ ഒരു 10, 25, 30 ആൾക്കാരുടെ ഒരു കൂട്ടായ്മ. അപ്പോൾ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും കൂടുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും അതിന് പരിഹരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്കോ പയ്യന്നൂർ നിവാസികളായ നിങ്ങൾക്ക് പെട്ടെന്നൊരു പ്രശ്നം ആരെയും ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് ആൾക്കാർ സഹായം ചോദിക്കാനുള്ള ഒരു കൂട്ടായ്മ വളരെ നല്ല കാര്യമാണ്. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ പ്രശാന്ത് K, പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്രീഹരി KP എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തിങ്കളാഴ്ച രാത്രിയോടെ മരക്കൊമ്പ് പൊട്ടി വീണ് കാങ്കോൽ പെട്രോൾ പമ്പിന് സമീപം ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. DYFI പ്രവർത്തകരും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് മരക്കൊമ്പ് വെട്ടിമാറ്റി ഗതാഗതം സുഗമമാക്കിയത്. തിങ്കളാഴ്ച രാത്രിയോടെ മരക്കൊമ്പ് പൊട്ടി വീണ് കോത്തായിമുക്ക് ചെറുപുഴ റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കാങ്കോൽ പെട്രോൾ പമ്പിന് സമീപത്തായാണ് മരത്തിന്റെ വലിയ കൊമ്പ് പൊട്ടി വീണത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ DYFI പ്രവർത്തകരും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് മരക്കൊമ്പ് വെട്ടിമാറ്റി ഗതാഗതം സുഗമമാക്കിയത്. P ശശിധരൻ, അഡ്വക്കേറ്റ് PP സിദിൻ എന്നിവർ നേതൃത്വം നൽകി. ഏത് സമയവും വാഹനങ്ങൾ കടന്നു പോകുന്ന തിരക്കേറിയ റോഡാണിത്. തലനാരിഴയ്ക്കാണ് വൻ അപകടം വഴിമാറിപ്പോയത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് പയ്യന്നൂർ താലൂക്ക് സമ്മേളനം പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ നടന്നു. സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് പയ്യന്നൂർ താലൂക്ക് സമ്മേളനം പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമത്തിനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘടന എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ സമൂഹത്തിലേറെ പരിഗണനയും. ജില്ലാ സെക്രട്ടറി മുരളി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. രമേശൻ ഹരിത, വിജയൻ കരിവെള്ളൂർ, രമേശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ബാലസംഘം ചീറ്റ യൂണിറ്റ് ഏരിയാതല മാതൃകാ സമ്മേളനം സംഘടിപ്പിച്ചു. ചീറ്റ EMS മന്ദിരത്തിൽ നടന്ന പരിപാടി ബാലസംഘം സംസ്ഥാന കമ്മിറ്റി മെമ്പർ KV ആദിത്യ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ചീറ്റ യൂണിറ്റ് ഏരിയാതല മാതൃകാ സമ്മേളനം ചീറ്റ EMS മന്ദിരത്തിൽ വെച്ച് നടന്നു. സംസ്ഥാന കമ്മിറ്റി മെമ്പറും പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുമായ KV ആദിത്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അദ്വൈത്, ഹിത ഹേമരാജ് C എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് SSLC, +2, LSS, USS അനുമോദനവും നടന്നു. അശ്വിൻ കൊടക്കാടിന്റെ കുട്ടികളുമായുള്ള സംവാദവും കുന്നിക്കുരു പെരളം ബാലസംഘം കൂട്ടുകാർ അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. തൃക്കരിപ്പൂർ പൂക്കോയ് തങ്ങൾ ഹോസ്പീസിന്റെ പാലിയേറ്റീവ് ഹോം കെയർ 2ാമത് യൂണിറ്റിനായി അബുദാബി തൃക്കരിപ്പൂർ പഞ്ചായത്ത് KMCC നൽകിയ വാഹനത്തിന്റെ സമർപ്പണവും കാരുണ്യ സംഗമവും മെയ് 29-ന് തൃക്കരിപ്പൂരിൽ നടക്കും. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങളിൽ സജീവമായ തൃക്കരിപ്പൂർ CH സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൂക്കോയ് തങ്ങൾ ഹോസ്പീസിന്റെ പാലിയേറ്റീവ് ഹോം കെയർ സേവനം കൂടുതൽ വേഗത്തിൽ വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനത്തിന്റെ ഭാഗമായാണ് 2ാമത് വാഹനം നാടിന് സമർപ്പിക്കുന്നത്.
നഴ്സും വളണ്ടിയർമാരും ഉൾക്കൊള്ളുന്ന പാലിയേറ്റീവ് സംഘം ഇപ്പോൾ 560-ൽ പരം രോഗികളെ പരിചരിക്കുന്നുണ്ട്. വിവിധ വാർഡുകളിലേക്ക് ഹോം കെയർ നടത്തുന്നതിന് പരിശീലനം നേടിയ 110 വളണ്ടിയർമാരും സൗജന്യ സേവനത്തിന്റെ പാതയിൽ സജീവമാണ്. നഴ്സസ് പരിചരണത്തിന് പുറമെ അത്യാവശ്യ മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും സൗജന്യമായി നൽകി വരുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ നൽകി വരുന്ന ഹോസ്പീസിന്റെ സേവനം ഇപ്പോൾ വലിയപറമ്പ് പഞ്ചായത്തിൽ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ പിലിക്കോട് പഞ്ചായത്ത് പരിധിയിൽ കൂടി സേവനം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളതായി ഭാരവാഹികൾ അറിയിച്ചു. മെയ് 29-ന് രാവിലെ 10:30-ന് CH മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജൻ മുഖ്യാതിഥിയാകും. പൂക്കോയ തങ്ങൾ ഹോസ്പീസ് സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ MA അമീർ അലി, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി, PTH ജില്ലാ കോർഡിനേറ്റർ ജലീൽ കോയ, KMCCയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. MAC കുഞ്ഞബ്ദുള്ള ഹാജി, NKP മുഹമ്മദ് കുഞ്ഞി, സത്താർ വടക്കുംപാട്, OT അഹമ്മദ് ഹാജി, KP സദകത്തുള്ള, ഷുക്കൂർ ഒളവറ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. MSF തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. തൃക്കരിപ്പൂർ വടക്കേക്കോവൽ MTP ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ നന്മയിലേക്ക് നയിക്കേണ്ട ഇടത് സംഘടനകളിലുള്ളവർ പോലും ലഹരിക്ക് അടിമപ്പെടുന്നുവെന്നത് ലജ്ജാകരമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജൻ പറഞ്ഞു. ലഹരിയുടെ നാടായി മാറിയിരിക്കുകയാണ്. ആ ലഹരിയുടെ നാട്ടിൽ ഇന്ന് വിദ്യാർത്ഥികളൊക്കെ വളരെ തിരക്ക് പിടിച്ച യാത്രയിലാണ്. എങ്ങോട്ടാ യാത്രയെന്ന് ആർക്കും അറിയില്ല. SFI പോലെയുള്ള സംസ്ഥാന സർക്കാർ ഭരണം നയിക്കുന്ന സർക്കാരിന്റെ പോഷക സംഘടനകൾ ഇന്ന് ലഹരി മാഫിയകളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പ്രചോദിപ്പിക്കപ്പെടുന്ന സംഘടനകളായി മാറ്റപ്പെടുന്നത് നമ്മൾ കോട്ടയം നഴ്സിംഗ് കോളേജിൽ കണ്ടു. അവിടെ ലഹരി വാങ്ങാൻ SFIയുടെ നേതാക്കന്മാർക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ട് വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. ഐക്യം, അതിജീവനം, അഭിമാനം എന്ന പ്രമേയത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന MSF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമ്മേളനത്തിൽ 8 പഞ്ചായത്തുകളിലെയും നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റ് P മുഹമ്മദ് റാഹിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ AGC ബഷീർ, TC റഹ്മാൻ, മണ്ഡലം സെക്രട്ടറി സത്താർ വടക്കുംപാട്, ഉസ്മാൻ പോത്താങ്കണ്ടം, ഷാനിദ് പടന്ന, സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ, P റൈഹാനത്ത്, ജാബിർ തങ്കയം, ഷുക്കൂർ ഒളവറ, MAC കുഞ്ഞബ്ദുള്ള ഹാജി, A അബ്ദുൽ കരീം, P അബ്ദുൽ നാസർ, സമീറ മുഹമ്മദ്, തൽഹത്ത് പെരുമ്പട്ട തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളന ഭാഗമായി വിവിധ സെഷനുകളിൽ ജംഷീർ ആലക്കാട്, ജഷീർ ഇക്ബാൽ, ഷഹാന ഷർത്ത തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു. തുടർന്ന് ഷിഹാം അങ്ങാടിപ്പുറം നയിച്ച സംഗീത പരിപാടി അരങ്ങേറി. മെയ് 28-ന് ഉച്ചയ്ക്കു ശേഷം പടന്ന മുസ്ലിം ലീഗ് ഓഫീസിൽ നിയോജക മണ്ഡലം കൗൺസിൽ മീറ്റ് നടക്കും. 2025-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി BRCയുടെ നേതൃത്വത്തിൽ മാടായി ഉപജില്ലയിലെ റിസോഴ്സ് അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. SSK കണ്ണൂർ DPC EC വിനോദ് ഉദ്ഘാടനം ചെയ്തു. മാടായി ഉപജില്ലയിലെ അധ്യാപക പരിശീലനത്തിന് നേതൃത്വം നൽകിയ അധ്യാപകരെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് അധ്യാപക സംഗമം സംഘടിപ്പിച്ചത്. ഈ മിക്സഡ് ആയ അധ്യാപകരെ നമ്മുടെ സബ്ജക്റ്റിൽ ഇപ്രാവശ്യം ഒരുപാട് അഡ്വാൻറ്റേജ് കിട്ടി. എല്ലാവരും പൊതുവെ പറഞ്ഞത് നല്ല മുടികളാണ്, നല്ല ആർത്തിമാരാണ്. അത് പൊതുവെ നമ്മുടെ അടുത്ത് ഫീഡ്ബാക്ക് ആണ് കിട്ടിയത്. നമ്മുടെ കൺവെൻഷൻ നല്ല ആർത്തിമാരാണ്. പക്ഷേ നമ്മളൊക്കെ കൈവശമുള്ളവരാണല്ലേ, നല്ല മുടികളാണ്. പാഠഭാഗം മാറിയിട്ടുണ്ട്, പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾ മാത്രമല്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കരിക്കുലം ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി മാറി, രീതിശാസ്ത്രം മാറി. കൈറ്റ് കോർഡിനേറ്റർ V ദിനേശൻ അധ്യക്ഷത വഹിച്ചു. MV വിനോദ് കുമാർ, VV പ്രദീപ്, ധൻരാജ്, സാജിദ് KT, AV സതീശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പറവൂർ കാരക്കുണ്ടിൽ വീട് കുത്തി തുറന്ന മോഷണം. 23,000 രൂപയും മൊബൈൽ ഫോണുമാണ് മോഷണം പോയത്. കാരക്കുണ്ടിലെ കാനാട്ട് KP ജോസഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. സംസ്ഥാനത്ത് പ്രളയ സാധ്യതയുള്ള നദികളുടെ പട്ടികയിൽ പയ്യന്നൂർ പെരുമ്പാപ്പുഴയും.
ജില്ലയുടെ വടക്കുഭാഗത്തുള്ള പ്രധാന നദിയായ പെരുമ്പപ്പുഴയുടെ പ്രളയസാധ്യത സംബന്ധിച്ച് മഞ്ഞ അലർട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം പ്രഖ്യാപിച്ചത്. മഴ കനത്താൽ ഏതു സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന 2 കുന്നുകൾ ചെറുവത്തൂരിലെയും പിലിക്കോടെയും നാടിന്റെ സ്വസ്ഥത കെടുത്തുന്നു. ദേശീയപാതയുടെ സമീപത്ത് നെടുകെ പിളർന്നെടുത്ത ഈ കുന്നുകൾ തലയ്ക്ക് മുകളിൽ വാൾ പോലെ നിൽക്കുമ്പോൾ പ്രതിവിധി കാണേണ്ടവരുടെ മൗനവും ചർച്ചയാവുകയാണ്. കേരളത്തിൽ വികസനത്തിന്റെ തേരോട്ടമാണ് കുറച്ചു വർഷങ്ങൾ കൊണ്ട് നടപ്പായിട്ടുള്ളതെന്ന് മന്ത്രി OR കേളു. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ വിവിധ അംഗീകാരങ്ങൾ നേടിയ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനും കുടുംബശ്രീ CDSനും ചെറുവത്തൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.